നമ്മുടെ വീട്ടിൽ ഇന്ന് ഭയങ്കര സംഭവങ്ങളാണ് നടന്നത്. നമ്മുടെ ഷാനവാസിന് നെഞ്ചുവേദന എടുത്തു. നെവിനുമായിട്ടുള്ള പിടിവലിക്കിടയിൽ നെവിൻ എന്തോ എടുത്തിട്ട് നെഞ്ചിൽ അടിക്കുക ഏതാണ്ട് ചെയ്തു. അതിനുശേഷം ആര്യൻ അനുമോളെ അടിച്ചു. നമ്മുടെ അനീഷേട്ടന് വയ്യാതായി. അങ്ങനെ ആകെ മൊത്തം കലഹമായിരുന്നു വീട്ടിൽ. അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. രാവിലെ തൊട്ടേ നമ്മുടെ കിച്ചൺ ക്യാപ്റ്റന്മാർ രണ്ടും കൽപ്പിച്ചാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈഗോ കാട്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്കിട്ട് പണി എന്ത് ചെയ്യാം കൊടുക്കാം എന്നുള്ള രീതിക്ക് 2-3 പേരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അക്ബറിനും ആര്യനും ഇന്നലത്തെ പ്രശ്നത്തിൽ ഒരിച്ചിരി ഗിൽറ്റ് അടിച്ചിട്ട് എന്തോ പറഞ്ഞപ്പം നമ്മുടെ നെവിൻ പറയാൻ ഇന്ന് ഞാൻ എല്ലാ പ്രശ്നത്തിലും ഇടപെടും. ഇന്നലെ നെവിൻ ഒരു പ്രശ്നത്തിലും ഇടപെട്ടിട്ടില്ല. അപ്പം പറയാണ് മാലകമാരുടെ ചിറക് മുളയ്ക്കാനാണോ, അതായത് അക്ബറിനോട് ആര്യനോട് ചോദിക്കാം, ഞാനത് വെട്ടിക്കളയും, നമ്മൾ ഇന്നലെ എങ്ങനെ നിന്നു അതിനേക്കാട്ടിൽ വേണം ഇന്ന് നിൽക്കാൻ എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിന് ശേഷം അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുകയാണ്. എന്തൊക്കെ ഫുഡ് വേണം എന്ന് തീരുമാനിച്ചിട്ട് പാത്രം എടുക്കുന്ന സമയത്ത് ഒരു വലിയ പാത്രം, ഇങ്ങനെ ചോറ് വെക്കുന്ന അല്ലെങ്കിൽ മാവ് കുഴയ്ക്കുന്ന വലിയ പാത്രം എടുത്തിട്ട് അതിനകത്ത് എന്തോ ചെറിയ പൊടി. അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഓൾറെഡി അനുമോൾക്കും ഷാനവാസിനും ആവശ്യത്തിലേറെ പണി ആ വെസലിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പം നിസ്സാരമായ ഒരു പൊടി അവിടെ ഇവിടെ പറ്റിയിരുന്നെന്നും പറഞ്ഞിട്ട് അനുമോളെ വിളിക്കുകയാണ്. അനുമോൾ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ കഴുകത്തില്ല, കാരണം അത് നിസ്സാരമായിട്ടുള്ളൊരു പൊടി, അതിനെ കൊണ്ട് കഴുകാൻ പറ്റത്തില്ല. ഓൾറെഡി നെവിൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അനുമോൾ ആ വാശിയിൽ അവിടെ നടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസിനെ വിളിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു ഷാനവാസും കഴുകത്തില്ല. ഷാനവാസ് എന്നിട്ട് അത് നമ്മുടെ ഇവിടെ കൊണ്ട് കാണിക്കുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുന്നുണ്ട്, ക്യാമറയുടെ മുൻപിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു അഴുക്ക് പോലും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അത് കഴുകാൻ പറയുന്നത്? ഇത്രയും നിസ്സാരമായ കാര്യമല്ലേ, ഇതൊക്കെ പല വട്ടവും നടന്നിട്ടുണ്ട്. അത് അടുക്കളയിലുള്ളവർ തന്നെ കഴുകി വെക്കുക. അപ്പം നിങ്ങൾ 3 പേരുടെ അവിടെ നിന്നിട്ട് ഈഗോ കാണിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ തന്നെ ഇത് കഴുകി തരണം. നിസ്സാരമായൊരു സംഭവം, അതിനവർക്ക് ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യം എന്താ എന്നും ചോദിച്ചിട്ട്, അതായത് അനുവിന് നല്ല പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്, അതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് കഴുകേണ്ട ആവശ്യമില്ല. അനുമോളും പറയാണ് കഴുകില്ല. അനീഷേട്ടനും പറഞ്ഞു ഇത് കഴുകരുത്. അനീഷേട്ടനും അതിനകത്ത് ഇടപെടുന്നുണ്ട്. അനീഷേട്ടനും പറയാണ് നിങ്ങളത് കഴുകത്തില്ല, ആരും കഴുകത്തില്ല, വേണമെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. ഇത് പറയുന്ന സമയത്ത് ഷാനവാസിൻ്റെ മുകളിലോട്ട് നമ്മുടെ അക്ബറും ആര്യനും നെവിനും എല്ലാം കൂടെ കയറുകയാണ്. ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഭയങ്കര വിസിബിളാണ്. അനീഷേട്ടൻ പറഞ്ഞ സമയത്ത് 3 പേരും കൂടെ അനീഷേട്ടനെ ഇട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ പറയുന്ന രീതിയിൽ ഇവർ തിരിച്ച് അനീഷേട്ടനെ ഭയങ്കരമായിട്ട് കളിയാക്കുവാണ്. അപ്പോൾ നമ്മുടെ നൂറ് വന്ന് ഈ പ്രശ്നം ഭയങ്കര ഗുരുതരാവസ്ഥയിൽ പോവാണ്. ഇവർ കഴുകാതെ ഇവർ ഉണ്ടാക്കില്ല എന്നുള്ള വാശിയിൽ ഇവർ ഇരിക്കുകയാണ്. അങ്ങനെ വരുന്നവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. ആ സമയത്ത് നൂറ് വന്നിട്ട് പറയാണ് നിങ്ങൾ പാത്രം കഴുകി ഫുഡ് ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നൂറ കയറുന്നു. അപ്പം പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി ഉണ്ടാക്കടി എന്ന് നൂറയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നൂറ അപ്പോൾ ധൈര്യം കാണിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും അവരെന്തോ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പം നമ്മുടെ ആദില പറഞ്ഞു അവൾ ഉണ്ടാക്കും, ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ അവിടെ ദേഹത്ത് തൊടടാ എന്ന് ബുള്ളി ഗാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു. നിനക്ക് നീ അവളുടെ ദേഹത്ത് കൈ വെക്കുമോ? എന്നാൽ അത്രയ്ക്ക് ധൈര്യമാണോ? എന്നാൽ നീ അവളുടെ ദേഹത്ത് കൈ വെക്കടാ എന്ന് ആദിൽ പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു എന്നിട്ട് അവളുടെ ദേഹത്ത് കൈ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പുറത്ത് വിടാനല്ലേ എന്നുള്ള രീതിയിൽ അക്ബർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആര്യനും നെവിനും അക്ബറും എല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്തു നിന്നിരുന്ന അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന തൈരും അങ്ങനത്തെ ഉള്ള എന്തൊക്കെയോ സാധനങ്ങൾ പാലും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് ഷാനവാസ് പറഞ്ഞു ഇത് കോമൺ സാധനമല്ലേ, നിങ്ങൾ എന്തിനാ ഇതെടുത്ത് മാറ്റുന്നത്? അപ്പോഴത്തേക്ക് നൂറേയും ആദിലും അവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഷാനവാസി എന്ന് പറഞ്ഞു ഇവർക്ക് 3 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവിടെ കുക്ക് ചെയ്യുക എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഇവർ ഈ യോഗട്ടും ഒക്കെ മാറ്റി നെവീൻ അത് കൊണ്ടുപോകുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞു ഇത് കോമൺ സാധനമല്ലേ, നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ട് ഷാനവാസ് അത് കയറി പിടിച്ച സമയത്ത് നമ്മുടെ നെവിൻ അത് ഫുള്ള് ഷാനവാസിൻ്റെ ദേഹത്തോട്ട് ആ തൈര് ഫുള്ള് ഷാനവാസിൻ്റെ ദേഹത്തിട്ടിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ വെച്ചിട്ട് ഷാനവാസിൻ്റെ നെഞ്ചിലോട്ട് ഇട്ട് കൊടുത്തു. പിടിച്ച് തള്ളിയതാണോ ഇട്ടതാണോ അത് ഈ ലൈവിനകത്ത് ഭയങ്കര വ്യക്തമല്ല. എങ്കിലും ഷാനവാസ് അതോടുകൂടി വല്ലാണ്ട് തകർന്നിട്ട് ഷാനവാസ് അവിടെ ഇരിക്കുവാണ് ചെയ്തത്. കാരണം ഇത്രയും സ്ട്രെസ്സ് വന്ന ടൈമിൽ മേ ബി പുള്ളിയുടെ പ്രഷർ കൂടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് നെഞ്ചിൽ ഓൾറെഡി അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നതാണോ, പെട്ടെന്ന് സ്ട്രെസ് എല്ലാം കൂടെ കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്ത ടൈമിൽ വന്നതാണോ എന്നറിയത്തില്ല. എന്തെങ്കിലും പുള്ളി നെഞ്ച് തടവിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അക്ബറും നെവിനും കൂടെ പറയാണ് ഷാനവാസ് അഭിനയിക്കുകയാണ്, ഷാനവാസിന് ഒരു കുഴപ്പമില്ല, ഡ്രാമയാണെന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഷാനവാസിന് ശ്വാസം എടുക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ ടൈമിലും നമ്മുടെ അനുമോളും ആദിലയും നൂറയും അനീഷേട്ടനും എല്ലാവരും കൂടെ വന്ന് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ പറയുന്നത് ഡ്രാമയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നെവിൻ അത് മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഡ്രാമയല്ല, ഷാനവാസിക്ക് വയ്യ എന്നുള്ള കാര്യം മനസ്സിലായി. പ്രഷറും എല്ലാം കൂടി പെട്ടെന്ന് നെഞ്ചിന് എന്തെങ്കിലും വന്നാണോ എന്ന് അറിയത്തില്ല. ആ ടൈമിൽ ഇവർ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവരെല്ലാം കൂടെ വെള്ളം കൊടുത്തു. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഷാനവാസിക്ക് എത്രയും പെട്ടെന്ന് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ഇവരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് അനുമോൾ പറഞ്ഞു നിങ്ങൾ ആരും പിടിക്കണ്ട, നിങ്ങൾ ഡ്രാമയാന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ആരും ഇതിനെ പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ അനുമോളെ പിടിച്ചോ ഒറ്റ തള്ള്.
ആ തള്ളിയത് എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്ക് നൂറ കയറി ഇടപെടുന്നു. ആരും നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്, നീ എന്തിനാണ് ഇപ്പോൾ പിടിച്ച് തള്ളിയത്, നിനക്കൊക്കെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനാണ് ഞങ്ങളിവിടെ കയറി വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അനുമോൾ പറയാണ് അനീഷേട്ടനും സാബുമാനും പിടിച്ച് കൊണ്ടുപോകും, ഞങ്ങളും വരാം എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ നെവിൻ പറയുക ആര് പോകണം കൺഫെഷൻ റൂമിലോട്ടെന്നുള്ളത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോഴും ക്യാപ്റ്റൻ്റെ പവറും ഡൊമിനേറ്റിംഗ് പവറും കാണിക്കാനാണ് അവർക്കവിടെ തിടുക്കം, അല്ലാതെ ഒരാൾക്ക് വയ്യാന്നുള്ളതല്ല. അവർ ഡ്രാമയാണ് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആളെ പോയി പിടിക്കേണ്ട ആവശ്യം എന്താ, അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ അനുമോളെ പിടിച്ച് തള്ളിയതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായി തിരിച്ച് നൂറേയും അതിലൂടെ ഇറങ്ങി വന്നിട്ട് അക്ബറിനിട്ട് ശരിക്കും കൊടുക്കുന്നുണ്ട്. എന്തൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി. ഷാനവാസിക്ക കൺഫെഷൻ റൂമിൽ കൊണ്ടിരുത്തിയതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു പൊക്കുക. എന്നിട്ട് നെവിൻ ഇവരെ കൂടെ നടന്നിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെവിനെ മാറി നിൽക്കാൻ പറയുന്നത്, പക്ഷേ നെവിൻ കേൾക്കുന്നില്ല. നെവിൻ ഇവരുടെ കൂടെ ആ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് പോകുന്ന സമയത്ത് നെവിൻ പിന്നെയും പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെവിൻ്റെ ആ ഒരു ഈഗോ കാണിക്കാനാണ് നെവിന് ഭയങ്കര ധൃതി. അത് മറ്റുള്ളവർക്ക് വയ്യ എന്നുള്ളതൊന്നും നെവിന് പ്രശ്നം. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നു. അതിനുശേഷമാണ് അടുത്ത അടി നടക്കുന്നത്. അനീഷേട്ടന് വയ്യാതാവുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഈ നമ്മുടെ ക്യാപ്റ്റന്മാരുടെ ആ ഒരു അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്തതിനി വരാം. ചാനൽ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ പറയും.